പല വിധത്തിലുള്ള കോൺട്രവേഴ്സിയിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് തൊപ്പി അല്ലെങ്കിൽ നിഹാദ് എന്ന വ്യക്തി. പല വിധത്തിലും സമൂഹത്തിന് നല്ല രീതിയിലും അതേപോലെ തന്നെ മോശമായ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ, അതുപോലെ തന്നെ മറ്റുള്ള ഇൻഫ്ലുവൻസർമാരെ പോലെ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഇദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹത്തിൽ നിന്ന് നല്ല രീതിയിലുള്ള മോട്ടിവേഷൻസും സമൂഹത്തിലെ നല്ല രീതിയിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്ന ഒരാളിലാണ് ഞാൻ. പക്ഷെ പലപ്പോഴും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ, അതായത് ലൈവ് സ്ട്രീമിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വെച്ചാൽ നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ വരുന്ന വാക്കുകൾ അല്ലെങ്കിൽ പ്രവർത്തികളെല്ലാം മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മൾ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് നല്ല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും അവരറിയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ പലരും അത് ഇൻഫ്ലുവൻസ് ആകുന്ന ആൾക്കാരുണ്ടാവും, പലതും നോട്ടിഫൈ ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളോടൊപ്പം കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക്, അതായത് ഗ്യാങ് കയറിയിട്ടൊരു രീതിയിൽ നമ്മൾ കൊണ്ടുപോകുമ്പോൾ പലരും പല വിധത്തിലുള്ള ചിന്തകളും പല സൊസൈറ്റിയിൽ നിന്നും പല സംസ്കാരത്തിൽ നിന്നും വരുന്ന ആൾക്കാരാണ്. എപ്പോഴും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അത് യഥാർത്ഥ ഒരു ഗ്യാങ് ആയിട്ട് മാറുകയുള്ളൂ. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിൽ നല്ലതായ രീതിയിലുള്ള വശങ്ങൾ, നല്ല രീതിയിലുള്ള സമൂഹത്തിന് ഗുണകരമായിട്ട് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ആ ഗ്യാങ്ങിൽ ഉണ്ടാകാൻ പാടുള്ളൂ. അല്ലാത്ത രീതിയിലുള്ള എല്ലാ നെഗറ്റീവ് വശങ്ങളും ഉണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും ഏതെങ്കിലും സൈഡിൽ നിന്ന് അത് തകിടം മറിയുകയും അത് കൊളാപ്സായി മാറുകയും ചെയ്യും. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. ഈ വിശ്വാസം എന്നുള്ളത് എപ്പോഴെങ്കിലും തകർന്നു കഴിഞ്ഞാൽ, നമ്മൾ തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ നമ്മൾ സ്വകാര്യതയിൽ നമ്മൾ ചെയ്തു പോയ കാര്യങ്ങൾ, നമ്മൾ രഹസ്യമായി നമ്മളോടൊപ്പം ഉള്ളവരോടൊപ്പം പറഞ്ഞ കാര്യങ്ങൾ അതെപ്പോഴും ലീക്കാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത് തന്നെയാണ് തൊപ്പി വിഷയത്തിൽ ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഗ്യാങ്ങാണെന്ന് പറഞ്ഞ് അത്രത്തോളം വിശ്വസിച്ച ആൾക്കാരുകൾ നമ്മൾ ആ ഒരു സ്പേസിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പം തമാശയായിരിക്കാം അല്ലെങ്കിൽ സീരിയസ് ആയിരിക്കാം. എന്തൊക്കെയായിരുന്നാലും അത് മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ അത് കമൻ്റ് ആകുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. തെറ്റൊരിക്കലും ശരിയാവുന്നില്ല. തമാശക്ക് പറഞ്ഞ കാര്യം പോലും അതൊരു കമൻ്റ് അടിയായാലോ അല്ലെങ്കിൽ അബ്യൂസ് ആയിട്ടുള്ള വാക്കുകളാണെങ്കിൽ അത് ശരിയാവാൻ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ലീഗലി അത് പണിഷബിളുമാണ്. പിന്നെ ഡ്രഗ്സിൻ്റെ കാര്യമായാലും എന്തൊക്കെ തന്നെയായാലും ആ ഒരു സ്പേസിൽ തൊപ്പിയാണ് ഇവർക്കൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ആ സാഹചര്യങ്ങളിൽ നിന്നാണ് ഇവരൊക്കെ അത് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നാണ് ഇവർ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വശത്ത് തൊപ്പി എന്ന് പറഞ്ഞാലും ആ ഒരു കാര്യത്തിൽ കുറ്റം അദ്ദേഹത്തിന് തന്നെയാണ്. ഒപ്പം മറ്റുള്ളവർ ഈ ഒരു സ്പേസിൽ ഇദ്ദേഹത്തെ ഏത് രീതിയിലാണോ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത് അത് മറ്റൊരു വശം കൂടിയാണ്. അപ്പം എന്തൊക്കെയാണെങ്കിലും ഇതിലുള്ള ഒരു കൺക്ലൂഡ് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ സൗഹൃദ വലയങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സൗഹൃദ വലയങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സ്പേസിൽ നിന്നുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്നുള്ള കാര്യങ്ങൾ, ഉപദ്രവം ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ, മറ്റുള്ള കമൻസുകൾ, നമ്മളെ ആർഗ്യുമെൻറ്റ്സൊക്കെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടത് എന്തോ ആയിക്കോട്ടെ അത് മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്യണം. അത് പുറത്തേക്ക് വരുമ്പോൾ മാക്സിമം നമ്മൾ സമൂഹത്തിന് വേണ്ടി നന്മയല്ലേ ഉദ്ദേശിക്കുന്നുള്ളൂ.